सुप्रजा रामपूर्वा सन्ध्या प्रवर्तते। ഇത് എൻ്റെ നാട് മൊഗ്രാൽ പുത്തൂർ. കുന്നുകളും വയലുകളും പുഴയും കുളങ്ങളും കാവുകളും പള്ളിമിനാരങ്ങളും സംയോജിക്കുന്ന മനോഹര പ്രദേശം. പണ്ട് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും സർവാധിപത്യത്തിലായിരുന്നു ഈ ഗ്രാമം. ഈ നാടിൻ്റെ പഴമയിലേക്കും പുതുമയിലേക്കുമുള്ള ഒരു എത്തിനോട്ടം നടത്തുകയാണ്. മൊഗ്രാൽ പുത്തൂരിന്റെ പ്രഭാതം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ലോട്ടസ് മുഹമ്മദ്. ഈ ചായക്കടയുടെ ഉടമ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ലോട്ടസ്. പുലർച്ചെ 5 മണിക്ക് മുമ്പേ ഈ ചായക്കട പ്രവർത്തനം ആരംഭിക്കും. സുബഹി നമസ്കാരം കഴിഞ്ഞ് വരുന്നവരും മത്സ്യമണൽ തൊഴിലാളികളും ഇവിടെ എത്തി ഒരു ചായയും സജ്ജികയും കഴിച്ച് തങ്ങളുടെ ദിനചര്യക്ക് തുടക്കം കുറിക്കുന്നു. ലോട്ടസ് ആളൊരു രസികനും സഹൃദയനും മിമിക്രി കലാകാരനും നടനുമൊക്കെയാണ്. ബാക്കി കാര്യങ്ങൾ ലോട്ടസ് തന്നെ പറയും. 12 പാരമ്പര്യമായിട്ട് ചായക്കട അല്ല, പാരമ്പര്യമായിട്ട് നമ്മളെ ഉപ്പാക്ക് പിന്നെ ബാംഗ്ലൂര് ലോട്ടസ് ഹോട്ടലുണ്ടായിരുന്നു. ആ ഇതിൽ ഞമ്മ ലോട്ടസ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നോക്കിയിട്ട് ആ പേരിൽ തുടങ്ങി. എന്നിട്ടത് ലോസായി. പിന്നെ നമ്മ ഒന്ന് ഗൾഫിലേക്ക് മുങ്ങിയിട്ട് വീണ്ടും നോക്കുമ്പോൾ നമ്മളെ പഴയ ഗതി തന്നെ. പിന്നെ ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെ മുതലിടാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് മുതലില്ല. അപ്പോൾ തൽക്കാലം കൂട്ടുകാരെല്ലാം കൂടിയിട്ട് നമ്മളെ സഹായിച്ചിട്ട് ഒരു അടുപ്പും ചട്ടിയെല്ലാം വാങ്ങിച്ചു തന്നിട്ട് ഇങ്ങനെ തുടങ്ങി. ഈ ഇതിൻ്റെ രഹസ്യം എങ്ങനെ അറിയോ? കുറച്ചുകൂടി നന്നാക്കിയെങ്കിൽ ആൾക്കാർ വരില്ല. ഇതിപ്പോൾ ഇത് തന്നെ നല്ല നമ്മളെ ഇവിടെ പ്രത്യേക ഒരു സോൾട്ട് മെങ്കോട്ടി ആക്കലുണ്ട്. നമ്മൾ ഉപ്പുമാവിനും ചായക്കും ഭയങ്കര പേര്. അപ്പം അത് സീറ്റ് നോക്കുന്നില്ല ആൾക്കാർ. മിമിക്രിയിൽ കുറേ നോക്കിയിടാൻ മോനെ. എന്നാലും പിന്നെ നമ്മൾ സീറ്റ് അഹമ്മദ് അലി മന്ത്രിയുടെ സമയത്ത് മൊഗ്രാൽ പുത്തൂർ പിന്നെ പഞ്ചായത്ത് ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ട് അവാർഡെല്ലാം കിട്ടീന് അയാളെ കയ്യിൽ നിന്ന്. പിന്നെ അതിൻ്റെ ബാക്കിൽ കൂടി പോകുമ്പോഴേക്ക് കുടുംബം പട്ടിണിയാവും. അപ്പോൾ ഞമ്മക്ക് അതിനുള്ള ആരും ഒരു പ്രോത്സാഹനം തന്നില്ല. പിന്നെ ഇതിനിടയിൽ ഒരു ടെലിഫിലിമിലെല്ലാം അഭിനയിച്ചു. എൻ്റെ നാടിന് സമ്പന്നമായൊരു കാർഷിക പെരുമ അവകാശപ്പെടാനുണ്ട്. അന്യനാടുകളിൽ വരെ കീർത്തി കേട്ടതായിരുന്നു ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ. സമൃദ്ധമായ പച്ചക്കറിപ്പാടങ്ങൾ,
മൊഗ്രാൽ പയർ എന്ന പേരിലുള്ള പ്രശസ്തമായ ഒരിനം പയർ ഇവിടെ വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. അതുപോലെ മൊഗ്രാൽ ബച്ചങ്ങായ് എന്ന കീർത്തി കേട്ട നല്ല മണമുള്ള തണ്ണിമത്തനും ഇവിടെ വൻതോതിൽ കൃഷി ചെയ്തിരുന്നു. മൊഗ്രാൽ പുത്തൂരിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പുകയില കൃഷിയും വ്യാപകമായിരുന്നു. ഇവിടത്തെ കർഷകർ 5000 പുകയിലത്തൈകൾ വരെ കൃഷി ഇറക്കുമായിരുന്നു. കർണാടകയിലെ കിഴക്കൻ പുത്തൂർ, ഉടുപ്പി, കുന്താപുരം എന്നിവിടങ്ങളിലേക്കായിരുന്നു ഇവിടത്തെ പുകയില വിൽക്കുന്നതിന് കൊണ്ടുപോയിരുന്നത്. നാടൻ കറിമുളക്, എള്ള്, ഉഴുന്ന്, മുത്താറി, മുതിര, വിവിധയിനം പയറുകൾ എന്നിവയും നല്ല രീതിയിൽ കൃഷി ചെയ്തു വന്നിരുന്നു. നാട്ടിലെ പാടങ്ങൾ കോൺക്രീറ്റ് കാടുകൾക്ക് വഴിമാറിപ്പോയെങ്കിലും കർഷക പാരമ്പര്യമുള്ള ഒരു തലമുറ അതുപേക്ഷിച്ച് ഗൾഫിലേക്ക് കുടിയേറിയെങ്കിലും ഇവിടത്തെ പല പ്രദേശങ്ങളിലും ഇന്നും കൃഷി അവശേഷിക്കുന്നു. കിഴങ്ങ്, നെല്ല്, ഉഴുന്ന്, പയറ്, ദാർപ്പില തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളും അടക്ക, കൊപ്ര തുടങ്ങിയ തോട്ടവിള ഇനങ്ങളും ഇന്നും കൃഷി ചെയ്യുകയും നല്ല രീതിയിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. ഒൻപത് മണിയാകുമ്പോഴേക്ക് മൊഗ്രാൽ പുത്തൂരും തിരക്കുകളിലേക്ക് ഉണരുകയായി. ഈ നാടിന്റെ ഹൃദയം കീറിമുറിച്ച് കടന്നു പോകുന്ന നാഷണൽ ഹൈവേ 17 വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. നല്ല പുഴമീൻ കൊട്ടകൾ നിരനിരയായി ആളുകളെയും കാത്തിരുന്നു തുടങ്ങി. പച്ചക്കറി, പലചരക്ക് കടകളിൽ സാധനം ഇറക്കുന്നതിന്റെയും വിൽക്കുന്നതിന്റെയും ബഹളം. അലോസരമെങ്കിലും മുറിയാതെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇറച്ചിവെട്ടിന്റെ താളം. പണി തേടിയെത്തുന്ന അന്യസംസ്ഥാന ജോലിക്കാർ. അതിവേഗം ചൂളം വിളിച്ചോടുന്ന ട്രെയിനുകൾ. ഈ നാടും ഒരു ദിവസത്തിന്റെ തിരക്കുകളിലേക്ക് കടക്കുകയായി.